വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അയിലക്കറിയാണ്. പിന്നെ എൻ്റെ കുറേ ഫ്രണ്ട്സ് പറയാറുണ്ട് എൻ്റെ മുളക് കറിക്ക് ഗ്രേവി നല്ല തിക്കായിട്ടിരിക്കും, അവരൊക്കെ ഉണ്ടാക്കിയാൽ അത്ര തിക്കാവുന്നില്ല, എന്തുകൊണ്ടാണെന്ന്. അപ്പം അതിനൊരു കാരണം എന്ന് പറയുന്നത് ഞങ്ങൾ കൊല്ലം സൈഡിലോട്ടുള്ള ഒരു പിരിയമുളകും പാണ്ടിമുളകും എന്ന് പറയും. അതാണ് പൊടിപ്പിക്കുക. അത് പിരിയമുളക് എന്ന് വെച്ചാൽ കാശ്മീരി ചില്ലിയാണ് നമ്മൾ കൂടുതൽ പൊടിക്കുക. മറ്റേത് എരിവിന് വേണ്ടി ഒരു 1/2 കിലോ മറ്റോ പൊടി, ഒരു 2 കിലോ ആണെങ്കിൽ ഒരു 1.5 കിലോ പിരിയനും 1/2 കിലോ പാണ്ടിയും, അങ്ങനെ ഒരു റേഷ്യോയിലാണ് നമ്മൾ പൊടിപ്പിക്കുക. അപ്പം അതുകൊണ്ട് ആ പൊടി ഇത്തിരി കൂടുതൽ ഇട്ടാലും കളറും കിട്ടും, കറിക്ക് കുറഞ്ഞൊരു കൊഴുപ്പുണ്ടാവും. അപ്പം ഇവരൊക്കെ എന്ന് പറയുന്നത് ഇവിടെ ആ പാണ്ടിമുളക് മാത്രമേ അവർ പൊടിപ്പിക്കാറുള്ളൂ. അപ്പം ആ പാണ്ടിമുളക് ഒരുപാട് എടുത്ത് കറിയിലിട്ടാൽ എരിയുകയും ചെയ്യും, അതിന് നല്ല തിക്കും ഉണ്ടാവില്ല. അപ്പം നമ്മുടെ കൊല്ലം സൈഡ് ഞങ്ങളുടെ ആ ഭാഗത്തേക്കുള്ള അത്രയുള്ള കളറ് കിട്ടില്ല, ഈ ഗ്രേവിക്ക് നല്ല കൊഴുപ്പും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ചെയ്യുന്ന രീതിയിലല്ല ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്നത് എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു നല്ല കൊഴുപ്പുള്ള അയിലക്കറി. അയിലയാണ് എനിക്ക് കിട്ടിയത്. കൊഴുപ്പുള്ള ഗ്രേവിയുള്ള അയിലക്കറി ഉണ്ടാക്കാനാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഈ അയിലക്കറി ആയാലും മത്തി ആയാലും ഒരു എന്താ പറയുക, ഒരു നാറ്റം അതിനുണ്ടെങ്കിൽ രുചി ഉണ്ടെങ്കിലും ഒരു നാറ്റം അതിനുണ്ടാവും. ആ പ്ലേറ്റിനും ഉണ്ടാവും, നമ്മുടെ കൈക്കും എത്ര സോപ്പിട്ടാലും ആ ഒരു ഫീൽ ഉണ്ടാവും. അപ്പോൾ ആ മണം ഉണ്ടാവാതിരിക്കാനുള്ള ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട്. അത് സ്കിപ്പ് ചെയ്യാതെ കണ്ടാലേ അത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പം നമുക്ക് കറി വെക്കാൻ തുടങ്ങാം. ഓക്കേ, ഞാൻ അതിനായിട്ട് എടുക്കുന്നത് ചെറിയ ഉള്ളിയാണ്. ഒരു ചെറിയ 10 ഉള്ളി, 12 ചെറിയ ഉള്ളി. പിന്നെ ചെറിയ ഉള്ളി ഇല്ലാത്തവർക്ക് സവാള ഉപയോഗിക്കാം. പിന്നെ വെള്ളത്തിലിട്ടിട്ടുണ്ട് കുടംപുളി, ഞങ്ങളുടെ അവിടെ വടക്കംപുളി എന്ന് പറയും. കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, അത് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്, അത് ഞാൻ ചേർക്കുമ്പോൾ കാണിക്കാം. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ആ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ഇത്രയാണ്. ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വഴറ്റണം. ഓക്കെ, അങ്ങനെ സ്ലൈസായിട്ട് അരിഞ്ഞെടുക്കണം. കനം കുറഞ്ഞ, അത് സവാള ആയാലും ചെറിയ ഉള്ളി ആയാലും ഇങ്ങനെ സ്ലൈസായിട്ട് അരിയണം. ഉള്ളി നന്നായി വഴറ്റ് ബ്രൗൺ കളറാവുന്നത് വരെ, ബ്രൗൺ അല്ല ഒരു ഗോൾഡൻ കളറാവുന്നത് വരെ വഴറ്റണം. ഉള്ളി പെട്ടെന്ന് ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഈ ഉപ്പ് ചേർത്തതൊക്കെ ഓർമ്മ വേണം, അല്ലെങ്കിൽ കറിയിലൊക്കെ ഒരുപാട് ഉപ്പായി പോകും. ഒരു സ്പൂൺ വെളുത്തുള്ളി, ഒരു സ്പൂൺ ഇഞ്ചി പേസ്റ്റ്. കാരണം ഞാൻ ചതച്ച് വെച്ചിരിക്കുകയാണ് ടേസ്റ്റ് ആവാതിരിക്കാൻ. നല്ല ഗ്രേവി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. നന്നായി ഇളക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ച മണം മാറുന്നത് വരെ നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ആ പച്ച മണം മാറിക്കഴിയുമ്പോൾ നമ്മൾ മുളക് പൊടിയും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചേർക്കും. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് അതിൻ്റെ പച്ച മണം മാറുമ്പോൾ നമ്മൾ ഒരു 1.5 സ്പൂണ് മുളക് പൊടി ചേർക്കും. അതിന് ശേഷം 2 സ്പൂൺ മല്ലിപ്പൊടി, 2-2.5 കുഴപ്പമില്ല. പിന്നെ ചേർക്കേണ്ടത് ഉലുവയാണ്. ഉലുവ ഒരു 1/4 സ്പൂൺ ഉലുവ ചേർത്ത് നന്നായി ഇളക്കണം. നല്ല ചുവന്ന കളറാവുന്നത് വരെ ഇളക്കണം. ആ പൊടിയുടെ പച്ച മണം മാറണം. നല്ല തീ കുറച്ചിട്ടിട്ട് വേണം അത് ചെയ്യാൻ. തീ കുറച്ചിട്ട് ഇതിൻ്റെ ആ പൊടിയുടെ മണമൊക്കെ മാറിയിട്ടൊരു നല്ല ചുവന്ന കളറിൽ വരുമ്പോൾ കറിക്ക് നല്ല കളറുണ്ടാവും. മഞ്ഞൾപ്പൊടി ചേർത്തില്ല, മറന്നുപോയി. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കണം. ഇതുപോലെ നല്ല ഇതായിട്ട് ഓക്കെ.
അപ്പോൾ നന്നായി ഇത് നല്ല ചുവപ്പ് കളറിലായി. ഇനി ഇത് ഓഫ് ചെയ്തതിന് ശേഷം നമ്മളിത് മിക്സിയിലിട്ട് അരച്ചെടുക്കണം. വെള്ളം ഒഴിച്ച് നന്നായി കലക്കി അരപ്പ് നന്നായിട്ട് കലക്കിയെടുക്കുക. പുളി ചേർക്കുകയാണ്. പുളി ചേർത്തു, പച്ചമുളക് ഉപ്പ് അവരവരുടെ ആവശ്യത്തിന്. ഇനി കറി തിളയ്ക്കാൻ വേണ്ടിയിട്ട് അരച്ച് വയ്ക്കും. കറി നല്ല ചാറൊക്കെ കുറുകി വരുന്നുണ്ട്. ഞാൻ ഉപ്പ് നോക്കട്ടെ. ഉപ്പ് എല്ലാവരും അവരവരുടെ ആവശ്യത്തിന്, എല്ലാം അവരവരുടെ ആവശ്യത്തിന്. തിളച്ച് വരുമ്പോൾ ഇപ്പോഴാണ് നമ്മുടെ ആ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത്. അത് വേറൊന്നുമല്ല, പെരിഞ്ജീരകമാണ്. ഇപ്പോൾ പെരിഞ്ജീരകം ഞാൻ പൊടിച്ചതാണ് ചേർക്കുന്നത്. അല്ലെങ്കിൽ മറ്റേ ഇതിൻ്റെ കൂടെ ആ മിക്സ് ഇതെല്ലാം കൂടെ നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് ഫ്രൈ ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ പൊടിച്ചാൽ മതി. ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ജീരകം. നമ്മുടെ കറി അതിൻ്റെ ഫൈനൽ സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് വാങ്ങി വയ്ക്കാം. എൻ്റെ മുഖം നോക്കാൻ